ഞാൻ ഇവിടെ സഫാനെ സപ്പോർട്ട് ചെയ്തത്, ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. അവൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും. സമ്മതിച്ചോ കുട്ട? സഫ വന്ന് പറയും കുട്ട, ഞാനത് പറയത്തില്ല, എന്റെ അടുത്ത് ചോദിക്കണ്ട, എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയെന്ന് വെച്ച് ചോദിച്ചാലും ഞാൻ വാക്കുകൊടുത്ത കാര്യം ഞാൻ തെറ്റിക്കൂല. ഹായ് എവ്രി വൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സഫയും ഫസ്മിനെയും തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരിക്കും. ഫസ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവായിട്ടുള്ള ലല്ലുവും സഫയും തമ്മിലുള്ള അവിഹിതം പ്രൂവ് ചെയ്യണ്ട, സഫയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയും വേണ്ട, എങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം മതി എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പുള്ളിക്കാരി മാറിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ സഫയെ വെച്ചിട്ട് ഒരു 100 എപ്പിസോഡെങ്കിലും ചെയ്യാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ചതെന്നുള്ളതിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. മറ്റേ ഡയറിയുടെ സംഭവം തന്നെ കാര്യം, 24 മണിക്കൂറും ഈ ലല്ലുവായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ലല്ലുവും സഫയും തമ്മിലുള്ള അവിഹിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ജലാൻ എന്ന് പറയുന്ന ഒരു ഏതോ ഒരുത്തനുമായിട്ട് അവിഹിതത്തിന് പോയ കാര്യം ഫസ്മിന ഡയറിയിൽ എഴുതി വെച്ചു. അത് ഭർത്താവായിട്ടുള്ള ലല്ലു എന്ന് പറയുന്നവ പൊക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഫസ്മിന ഇപ്പൊ എല്ലാം അവസാനിപ്പിച്ചിട്ട് സമാധാന കരാറുമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഫസ്മിന മൊത്തത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇപ്പൊ ഫസ്മിനയും സഫയും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഫസ്മിന ഇന്നലെ ലൈവിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു, ഇനി സഫയെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടത്തില്ലെന്ന്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ടോ? നേരത്തെ എന്തായിരുന്നു ചോദിച്ചാൽ ഇതിനെ കുറിച്ച് പറയാൻ കൂട്ടാ പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ മുക്കൂലാന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയറിയുടെ കാര്യം മാത്രം ഞാൻ മുക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല. അങ്ങനെ മുക്കിയ വീഡിയോ ചെയ്യാൻ നിന്നെ സമ്മതിക്കത്തുമില്ല, അത് വേറെ കാര്യം. എന്തൊക്കെ ഉണ്ടായാലും ആ ഡയറിയുടെ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ തരാതെ എന്റെ പൊന്നു മോളെ നിന്നെ വിടത്തില്ല ആരും. മറ്റുള്ളവരെ എല്ലാരെയും മോശക്കാരാക്കിയിട്ട് നീ മാത്രം അങ്ങനെ നന്മപരമായിട്ട് നടന്നാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഫസ്മിനെ ഇനി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡയറിയുടെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് മാത്രം വീഡിയോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്തായാലും ഫസ്മിനെ അടുത്ത കാലത്തൊന്നും ഏറിന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10 മാസത്തോളമായി 8-10 മാസത്തോളമായി സ്വന്തം ഭർത്താവിനെ കുറിച്ച് ആരോപിക്കാത്ത ഒരു ആരോപണം ഇല്ല. അല്ല, അവൻ കഞ്ചാവാണ്, അവൻ അവിഹിതത്തിന് പോകുന്നുണ്ട്, പെണ്ണുപിടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഇത്രയും നാൾ കൊണ്ട് പബ്ലിക്കിന്റെ മുന്നിലെടുത്തിട്ട്. ലല്ലു എന്ന് പറയുന്ന ഒരാള് ഭൂലോക ഉടായ്പാണ്, അതിനെ കുറിച്ച് ന്യായീകരിക്കാനൊന്നും നിൽക്കുമല്ല, അത് സത്യമാണ്. അങ്ങനെ ഇവനെ പറയുന്ന ഇവളാണെങ്കിലോ അതിനേക്കാളും വലിയ ഉടായ്പ്. ഇവള് കുറ്റം പറയുന്ന സമയത്ത് പോലും ഈ ജലാൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുമായിട്ട് ഇവള് അവിഹിതത്തിലായിരുന്നു. എന്നിട്ടാണ് ഇവള് പറയുന്നത് പിന്നെ കഞ്ചാവടിയനാണ്, പെണ്ണുങ്ങളുമായിട്ട് കറങ്ങലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഡയറിയുടെ കാര്യം പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു. ഡയറിയുടെ കാര്യം ക്ലിയർ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഇന്റർവ്യൂവിൽ അങ്ങാണ്ടാന്ന് തോന്നുന്നു. ഡയറിയുടെ കാര്യം പറയണം, 3ാമത്തെ ഇന്റർവ്യൂ എത്തിയിട്ടല്ലേ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലല്ലു കൊടുത്ത ഇന്റർവ്യൂകളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോ ലല്ലു പരാമർശിക്കുന്നത് 3ാമത്തെ ഇന്റർവ്യൂവിലാണ് ഈ ഡയറിയുടെ കാര്യം. അന്നേരം ഇവള് ആ ഒരു റിയാക്ഷൻ തരത്തോളം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് എത്തിയാൽ മാത്രമേ ഇവള് ഡയറിയുടെ കാര്യം പറയത്തുള്ളൂ. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലല്ലുവിന്റെ 3ാമത്തെ ഇന്റർവ്യൂ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ചിലപ്പോൾ 3-4-5 മാസം, ചിലപ്പോൾ 8 മാസം, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുത്തെന്ന് ഇരിക്കും. എപ്പോഴാണോ ഡയറിയുടെ കാര്യത്തിൽ പുതിയൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നത്, പുതിയൊരു കഥ കിട്ടുന്നത്, അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, ഇവൾ എന്താണ് ഡയറിയുടെ കാര്യത്തിൽ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും മറുപടി തരുമായിരിക്കും. ഇല്ല എങ്കിൽ ഒരു കാര്യം, ഫസ്മിന ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കാര്യം നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. യൂട്യൂബ് മറന്നേക്കണം. ബാക്കിയും കൂടെ കേൾക്കാം. ഇന്നിടാവോ സെക്കൻഡ് പാർട്ട്? ഇന്നിടാൻ എനിക്ക് പറ്റൂല. ഇന്നിടാൻ എന്തായാലും മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ ഇന്നിടാനുള്ള സമയവും ഇല്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ പുറത്തു പോകണം. ആള് ഭയങ്കര ബിസി ആയി കേട്ടോ. ഇപ്പൊ വീഡിയോ ഇടാനൊന്നും സമയമില്ല, മൈക്കും ഇല്ല, ഒന്നുമില്ല. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഫസ്മിന. പണ്ട് ഇവളുടെ ഭർത്താവായിട്ടുള്ള ലല്ലുവിനെയും സഫയെയും ഒക്കെ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. അതിലൊന്നല്ല 10 വീഡിയോ വരെ ചെയ്യാൻ ഇവള് തയ്യാറായിരുന്നു. ഇവള് എങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ 3-4-5 പോസ്റ്റ് ഇടും, പിന്നെ 2 റീൽ ഇടും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു പെണ്ണാണ്. ഇപ്പൊ ആണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പുള്ളിക്കാരിക്ക് സമയമില്ല. എന്താണ് കാരണം? ഇവള് പെട്ടു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വീഡിയോ ഇടാനൊന്നും വലിയ സമയം കാണത്തില്ല. എന്നാലും ഫസ്മിനക്ക് വന്ന ഒരു മാറ്റമാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ഫസ്മിന മാറിയത്? എന്തായാലും ഇത്രയും നാളത്തെ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഒരു 10-60 എങ്കിലും വീഡിയോസ് ഫസ്മിന ഇട്ടിട്ടുണ്ടാവും. ഇത്രയും നാള് വെച്ച് നോക്കുവാണെങ്കിൽ ആ ആൾക്കാണ് ഇപ്പൊ ഒരു വീഡിയോ ഇടാൻ പോലും സമയം കിട്ടാത്തത്. ബാക്കിയും കൂടെ കേൾക്കാം. ആലപ്പി വരുന്നുണ്ടോ? ആലപ്പി എന്താണ്? വീഡിയോ ഇട്ട് കഴിഞ്ഞല്ലോ, ഞാൻ വീഡിയോ ഇട്ട് തീർക്കണമല്ലോ, എന്നിട്ടല്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞേ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ,
ഇന്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്തു തീർത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തിന് റിയാക്ട് ചെയ്യില്ലാന്ന് പറഞ്ഞത്. അപ്പോ ഇവളുടെ ഭർത്താവായിട്ടുള്ള ലല്ലു എത്രയൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം റിയാക്ട് ചെയ്യുമെന്നാണ് ഇവള് പറയുന്നത്. നീ അത് റിയാക്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, അതല്ല ഇവിടുത്തെ പ്രശ്നം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ ഒരു ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ആ ഡയറിയുടെ കാര്യം. അതിനെ കുറിച്ചാണ് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂ. ഇപ്പോഴും ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ക്ലാരിഫിക്കേഷൻ വരേണ്ട സമയത്ത് വന്നോളും. എല്ലാവരെയും ഒരേ സമയത്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 2 കൈയും ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. നമുക്ക് പിന്നെ 48 മണിക്കൂർ 10 കയ്യുമാണുള്ളത്. എല്ലാവർക്കും ഒരേ സമയം ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല പോലും. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഇവൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വീഡിയോ ആയിട്ട് വരുന്ന ആളാണ്. ഇപ്പൊ പുള്ളിക്കാരിക്ക് ക്ലാരിഫിക്കേഷൻ തരാനായിട്ടുള്ള സൗകര്യവും ഇല്ല, സമയമില്ല, ആകെ 2 കയ്യേ ഉള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ക്ലാരിഫിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് സമയമില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? നിന്റെ ഭർത്താവിനെതിരെ കുത്തിയിരുന്ന് വീഡിയോ ചെയ്യാൻ നല്ല സമയമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? കഴിഞ്ഞ 10-12 മാസത്തോളമായി ഈ ലല്ലുവിനെ കുറിച്ച് എക്സ്പോസ് ചെയ്യാനായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ശുഷ്കാന്തി. ആ ചെലവഴിച്ചതിന്റെ 100-1 പോലും വേണ്ട ഈ ഒരു ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി തരാൻ. എന്നിട്ട് അവർക്ക് സമയമില്ല. അതിനെന്തായാലും പറയാൻ മറുപടി വേണ്ടേ? അത് തന്നെ കാര്യം. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ. വീഡിയോ കാണുന്ന സമയമല്ലേ പോകുന്നുള്ളൂ. അല്ല, ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഇവളുടെ വീഡിയോസിന് കാണുന്ന ഈ 1-2 മണിക്കൂർ കാണുന്ന ആ വ്യൂവേഴ്സിനെ പൂവിട്ട് പൂജിക്കണം. എന്തുവാ ഇത്? അവരുടെ സമയം കൂടെ കളഞ്ഞല്ലേ ഇവരുടെ ഇതൊക്കെ കാണുന്നത്. പക്ഷെ എനിക്ക് ഈ വീഡിയോയുടെ പുറകിൽ കുറെ എഫേർട്ട് ഉണ്ട്. ഇതിരുന്ന് എഡിറ്റ് ചെയ്യണം, ഇതിന് തെളിവ് വെക്കണം, വേറെ ഫോൺ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത്, ഇതൊരു 5-6 മണിക്കൂറത്തെ പരിപാടിയാണ്. അത് എത്ര പേർക്ക് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല. ആ 5-6 മണിക്കൂറിന്റെ പരിപാടിക്ക് യൂട്യൂബ് നല്ല ചിക്കിള് തരുന്നുണ്ടല്ലോ. എന്തായാലും ഈ 12 മാസമായിട്ട് ഇവൾക്ക് ഈ ഇത്രയും കുത്തിയിരുന്ന് കുറെ വീഡിയോസ് ഇടാനൊന്നും ഒരു മെനക്കേടും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് മെനക്കേട് വന്നത്. ഇപ്പൊ പുള്ളിക്കാരി പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ സമയമില്ല, 5-6 മണിക്കൂർ മെനക്കെടണം എന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. കിടന്നുരുളാതെ ബാക്കി പറ. ബട്ട് ബേസിക്കലി എന്റെ ഒരു ദിവസത്തെ 6 മണിക്കൂർ എന്നും എനിക്ക് കളയാൻ സമയമില്ല. കാരണം എനിക്ക് പുറത്ത് വേറെ ലൈഫില്ലേ. അപ്പൊ എനിക്ക് അതും കൂടെ നോക്കണം. ഓക്കെ, ആൾക്ക് അതും കൂടെ നോക്കണം. പുള്ളിക്കാരിക്ക് പുറത്ത് വേറെ ലൈഫുണ്ട്. ഇത്രയും കാലം പുള്ളിക്കാരിക്ക് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് പുറത്തുള്ള ലൈഫും കൂടെ നോക്കേണ്ടത്. ആ ദിവസവും എനിക്ക് വീഡിയോയുടെ പുറകിൽ ഇരിക്കാൻ പറ്റത്തില്ല. നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. കുറെ ആരും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്റെ സൗകര്യത്തിന് ഞാൻ മോണിറ്റൈസേഷൻ ചിലപ്പോൾ ഓൺ ആക്കും, ഓഫ് ആക്കും, എന്റെ ഇഷ്ടം. അല്ലെ മോനൊരു 35 ലക്ഷം രൂപ അവൻ എന്റെ വാങ്ങിച്ച പൈസ മോൻ എനിക്ക് ഉണ്ടാക്കി താ, എന്നിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാം. എനിക്ക് ഒരു സങ്കടമില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം, ഞാൻ അവനെ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്ര ഞാൻ ഉണ്ടാക്കും. കാരണം എന്റെ നിന്ന് പോയ പൈസ എനിക്ക് അങ്ങനെ നികത്താനേ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് 36 ലക്ഷം രൂപ അവൻ അടിച്ചോണ്ട് പോയെന്നുള്ളതാണ്. അപ്പൊ അത് നികത്താൻ വേണ്ടിയിട്ടാണ് 10-12 മാസത്തോളമായി ഇവള് അവനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ പറ. അപ്പൊ അതാണ് പ്രശ്നം. അല്ല, ഇത്രയും നാൾ കൊണ്ട് എനിക്ക് തോന്നുന്നു അവനെ വെച്ച് ചെയ്ത വീഡിയോയിൽ 36 ലക്ഷം ഒക്കെ ഉണ്ടാക്കി കാണുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിനുള്ള വീഡിയോ എന്തായാലും അവള് ചെയ്തിട്ടുണ്ട്. വീഡിയോസിനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തിൽ എന്തുവാണ്. എന്തായാലും പുഷ്പം പോലെ ഇവള് 36 ലക്ഷം രൂപയൊക്കെ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടാവും. ശരിക്കും അവർക്ക് നല്ലൊരു ബോണസ് ആണ് ഈ ലല്ലുവിന്റെ വിഷയം എടുത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇനി വീഡിയോ ചെയ്ത് കിട്ടുന്നതെല്ലാം ലല്ലുവിനും കൂടെ ഷെയർ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം നിനക്കൊരു വരുമാനത്തിനുള്ള മാർഗം സെറ്റാക്കി തന്നതല്ലേ പുള്ളിക്കാരൻ. ആ നന്ദി എപ്പോഴും അവനോടുണ്ടായാൽ മതി. എന്തായാലും ലല്ലു വാങ്ങിച്ചോണ്ട് പോയ 36 ലക്ഷത്തില് പലിശയുടെ പലിശയും കൂടെ യൂട്യൂബിൽ നിന്ന് എന്തായാലും പുള്ളിക്കാരി സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് അവനെ വെച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. ആ ഡയറിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും അവനെ വെച്ച് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഫസ്മിന ആ ഡയറിക്കുള്ള എക്സ്പ്ലനേഷൻ നൽകണമെന്ന് മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഡയറിയുടെ കാര്യം ഫസ്മിന മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറി എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ചോദിച്ചാൽ തരാത്ത പൈസ അങ്ങനെ ചെയ്യാനേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഹായ് ചേച്ചി, എന്താ ആലോചിച്ച് കണ്ണീര് കളയരുത്. ബിക്കോസ് ഹീസ് നോട്ട് വർത്ത്. താങ്ക് യു. ജൂനിയർ വാനില. മിസിരിയെ പോലെ സഫ തെറ്റ് സമ്മതിച്ചോ? കുട്ടാ സഫ വന്ന് പറയും കുട്ടാ, ഞാനത് പറയത്തില്ല. എന്റെ അടുത്ത് ചോദിക്കണ്ട. എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയും വെച്ച് ചോദിച്ചാലും ഞാൻ വാക്ക് കൊടുത്താലും ഞാൻ തെറ്റിക്കൂല. അപ്പൊ ചുരുക്കി പറഞ്ഞ സഫയ്ക്ക് ഫസ്മിന വാക്ക് കൊടുത്തു. എന്താണ് ആ വാക്ക്? സഫയുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും പറയത്തില്ലെന്ന് ഇവിടെയും വന്ന്. ഇനി സഫയും ഫസ്മിനയും കട്ട ചങ്കുകളായിരിക്കും. എങ്ങനെ നടന്ന ആൾക്കാരായിരുന്നു? സഫയെ കീറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഇവരുടെ ശുഷ്കാന്തി? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്. സഫയെ എങ്ങനെയൊക്കെ തേക്കാം അത് രീതിയിലെല്ലാം തേച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൊടുന്നുണ്ട്. ഗീവ് അവേ എനിക്ക് തന്നില്ലല്ലോ. ഗീവ് അവേ ഞാൻ കമന്റ് പിക്കർ വെച്ചിട്ടല്ലേ. കമന്റ് പിക്കർ അല്ല, ഞാൻ കമന്റിൽ നിന്നല്ല സെലക്ട് ചെയ്യുന്ന. നോക്കാൻ ആരുണ്ടെങ്കിൽ ഇതാക്കാനോ. ഊമ്പിക്കോ അഫ്നാൻ വായി സ്വന്തമായിട്ട് ഊമ്പിക്കോ.
ജോയിന്റ് അടിയൊക്കെ നിർത്തി നല്ല ആളായിട്ട് ജീവിക്കും. നീ കണ്ടോ ഞാൻ ജോയിന്റ് അടിക്കുന്നേ? കുട്ട കണ്ടോ? അഖിൽ R4747 മോൻ കണ്ടോ ഞാൻ കഞ്ചാവ് അടിക്കുന്നേ? മോന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? പക്ഷെ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നീ ജോയിന്റ് അടിച്ച ആരും കണ്ടിട്ടില്ല. ഏതോ ഒരുത്തനുമായിട്ട് ജലാൽ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് ജോയിന്റ് അടിച്ചു എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഡയറി ഉണ്ടല്ലോ, അത് കണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അവൻ പറഞ്ഞത്. അപ്പൊ സ്വന്തം ഭർത്താവിനെ ജോയിന്റ് അടിക്കും, കഞ്ചാവ് അടിക്കും, പെണ്ണ് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു പെണ്ണാണ് നീ. നീ തന്നെ ജലാൽ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് ജോയിന്റ് അടിച്ചു, വേറെ രീതിയിലൊക്കെ ബന്ധപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവരങ്ങനെ പറഞ്ഞു പോകും ആൾക്കാര്. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നീ നല്ലൊരു നന്മമരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് പറ്റിയത്. നിന്റെ ചുറ്റുമുള്ളവർ മോശക്കാരനാണെന്ന് അല്ലെങ്കിൽ മോശക്കാരാണെന്ന് വരുത്തി തീർക്കാൻ നീ ശ്രമിച്ചു. അതിനുള്ള അടിയാണ് നിനക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം എന്തെങ്കിലും കണ്ടിട്ടാണോ ഡയലോഗ് അടിക്കുന്നത്? ഇത് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ശരി. ഹായ് ചേച്ചി. ഹായ് ശ്രീ. ലൈഫിൽ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, നെക്സ്റ്റ് ചാപ്റ്റർ കൂടുതൽ ഹാപ്പി ആയിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ ഈ ചാപ്റ്റർ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്ട് എന്തായാലും പുള്ളിക്കാരി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഡയറിയുടെ കാര്യം. അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാതെ എന്തായാലും മറ്റൊരു ചാപ്റ്റർ തുറക്കാൻ നീ ആഗ്രഹിക്കേണ്ട. എന്തായാലും എനിക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്മിന എത്രയും പെട്ടെന്ന് ആ ഡയറിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.